Hey guys, welcome to our channel. This is Shweta. My name is Inder. So we are going to start the reactions of movie Kalam Kaval. कलम कावल Guys, इसका मतलब क्या है प्लीज कमेंट्स में बताना. तो आइए देखते हैं. आइए देखते हैं. Oh, it's Momoka. Yes, the parts are being subjective. Nihilist. 2005. 2005 है. हाँ हाँ हाँ. ऐसा देख रहा है. ओ नोकिया का फोन. आई थिंक से टॉर्च वाला फोन आया था पहला तभी है. ഹലോ ഓക്കെ സാർ അതൊന്നും പ്രശ്നമില്ല സാർ ഞാൻ ഉടനെ വരാം ശരി കുമാർ സാറായിരുന്നു ഞാൻ അർജന്റായിട്ട് അവിടെ ഒരു ചെല്ലണമെന്ന് ഇനിയാ ഓ അങ്ങനെ പറഞ്ഞ പിന്നെ എന്തിനാ वो छोटा सा वो FM. 2005 ना तो काफी छोटे थे हम लोग. പറഞ്ഞിട്ട് അതിനകത്ത് എന്തിന് അതുപോലെ ദീപ് നാളെ വരുന്ന വൈകുന്നേരം അമ്മ വരും. അപ്പൊ വീട്ടിലുണ്ടെ പിന്നെ ഇതൊന്നും നടക്കില്ല. ഇങ്ങനെ ഇറങ്ങി വരാനൊന്നും പറ്റില്ല. അതാ പിന്നെ ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങി വരാന്ന് വെച്ചത്. ഓ Oh. ഞാൻ റൂം അടുത്ത ആഴ്ചക്കായിരുന്നു പറഞ്ഞിരുന്നു ഇതിപ്പോ അർജന്റാന്ന് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വീട്ടിലെ കാര്യം പിന്നെ അന്വേഷിച്ചായിരുന്നു. അതൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇവിടെ ആളൊഴിയാൻ കുറച്ചുകൂടി സമയം വേണമെന്ന് അവർ പറഞ്ഞത്. അത് അവളോട് ഡൈവേഴ്സിന്റെ കാര്യം പറയാനാണ് ചടങ്ങ്. ഇവിടെ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. നീ വീട്ടിൽ എഴുത്തൊക്കെ എഴുതി വെച്ചിട്ട് തന്നെ ഇറങ്ങിയത്. അതെ. Okay. Affair. हाँ. Okay. कैसा देख रहे एक दूसरे को. बड़ा फेयर है ये. हाँ. हाँ. वही मैं सोचूं. कुमार सर. पुराना टीवी. हाँ. വീട്ടിൽ പോയിട്ട് പിന്നെ ഇവൾക്ക് കല്യാണത്തിനെ പറ്റി ആലോചിച്ചിട്ട് പോലുമില്ല. ചേട്ടനെ കല്ലിന് ശേഷമാണല്ലോ എന്റെ ഇതെല്ലാം മൊത്തത്തിൽ മാറി. എന്റെ കാര്യം അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് ഭാര്യയും വളരെയായിട്ട് ജീവിച്ചിട്ട് ഞാനല്ലേ ഇപ്പൊ നിന്റെ കൂടെ വന്ന് കിടക്കുന്നത്. അതിലൊന്നും അവന് വിഷമമുണ്ട്. നിനക്ക് എന്തിനാ വന്നത്? എങ്ങനെയല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത്? എങ്ങനെയൊക്കെ? എല്ലാം സ്വന്തം ചേട്ടനെ കൊല്ലാന്നൊക്കെ പറഞ്ഞു. ഓ. അതിന് ഇത്രയും സ്വത്ത് കിട്ടാൻ പറ്റില്ല എന്നും പറഞ്ഞ ഒരാളെ കൊല്ലാൻ പറ്റുമോ? അങ്ങനെയൊക്കെ ചെയ്യുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ടല്ലോ. ദിവസേന എത്രയോ ന്യൂസുകൾ വരുന്നു. ശരിയാ, പക്ഷെ എനിക്കെന്തോ ഇതൊക്കെ കാണുമ്പോ എന്തോ പറ്റും. പക്ഷെ എല്ലാവരും നമ്മളെ പോലെ അല്ലല്ലോ. ചിലർക്കൊക്കെ ചില സമയത്ത് ചില കാര്യങ്ങൾക്ക് വേണ്ടി ചിലർക്ക് കൊല്ലേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ ചിലപ്പോൾ വന്നിരിക്കും. അയ്യടാ ഈ പറയുന്ന ആളോ? ഞാൻ ഇതുപോലെ കുറെ തട്ടിട്ടുണ്ടല്ലോ. ചേട്ടാ പിന്നെ ഞാൻ ഒരു ഉദാഹരണം പറയാം. എന്റെ ഭാര്യയില്ല അനിത. അവള് സാമാന്യ സുന്ദരിയൊക്കെയാണ്. ആളും വലിയ കുഴപ്പമില്ല. എന്റെ പിള്ളേരെ എനിക്ക് വലിയ കാര്യമാണ്. നമ്മുടെ ഇന്ന് വന്ന വണ്ടിയില്ലേ ഹോണ്ട, അതെനിക്ക് ജീവനാണ്. ആ കാറും അത്യാവശ്യം സ്ത്രീധനമൊക്കെ വാങ്ങിച്ചിട്ടാണ് ഞാൻ അവളെ കല്യാണം കഴിച്ചത്. അവളെ ഡൈവേഴ്സ് ചെയ്യുന്നതിനേക്കാൾ നിന്നെ അങ്ങ് ഉപേക്ഷിക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ വിചാരിച്ചാൽ അതിനെന്തിനാണ് തെറ്റ്? അത് നിന്നെ കൊല്ലേണ്ട കാര്യമൊന്നുമില്ലല്ലോ. കാര്യം പറഞ്ഞ പോലെ ഞാൻ മാറിത്തരില്ലേ?
നീ മാറി തരണോ? പിന്നല്ലേ. ഓ, എന്നാൽ നീ അങ്ങനെ മാറി തന്നാലും എന്നെ കൊല്ലുമ്പോ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലേ, അത് കിട്ടില്ല. അതെന്ത് സുഖം? അതറിയില്ലേ, ഒരു സുഖം കിട്ടും. ओके मेरे को ऐसा क्यों लग रहा है मारने वाला है? मुझे भी ऐसा वाइब आ रही है. അപ്പൊ ഒരു സുഖം. പക്ഷെ കൊത്താൻ വരുന്ന പാമ്പിനെ അടിച്ചു കൊല്ലുമ്പോ അതിൽ കൂടുതൽ സുഖം കിട്ടും. അതെന്താ കാരണം? റിസ്ക് കൂടുമ്പോ സുഖം കൂടും. Look at his expression now. It's changed. ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്നത് എന്തിനെ കൊല്ലുമ്പോഴാണല്ലോ? വരുന്ന ആനയെ കൊല്ലുമ്പോഴായിരിക്കും പറയുന്നത്. അല്ല, ഏറ്റവും കൂടുതൽ സുഖം കിട്ടുന്നത് മനുഷ്യനെ കൊല്ലുമ്പോൾ. ओह അപ്പൊ എന്നെ ഇപ്പൊ കൊല്ലാൻ പോവാന്നാണോ പറഞ്ഞു വരുന്നത്? പിന്നല്ലാതെ കൊല്ലാൻ ഞാൻ നിർത്താൻ അവർക്ക് വളരെ ഈസി അല്ലേ? അതെങ്ങനെ? oh no 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 I think so. പള്ളി ചുറ്റിട്ട് ഭക്ഷണം മുറുക്കം? उत्तरी मर गई क्या? ये क्या है? Oh, oh God! Look at his What role expression. is playing? Look at his expression. But why? सूटकेस में लेके जा रहा है भाई. The venom beneath. This is interesting. मर्डर ही तो है वीकेंड. अभी तो इंटरेस्ट मेरे चालू को होगा. भी मजा आएगा ना, लाइक मोमो का विलन. is playing villain अभी role. विलन है कि क्या है पता नहीं, वही देखना है. बट वो एक्सप्रेशन बहुत कड़क थे. जमीन है. എന്താണോ രാവിലെ അത് ഞാൻ കോട്ടായിക്കോടത്തെ കമ്പ്യൂട്ടർ റൈറ്റിന്റെ ഒരു സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയായിരുന്നു. അവിടുത്തെ ഇഷ്യൂസ് ഒക്കെ സോൾവ് ആയില്ല, അവിടെ ഇപ്പൊ ഒരു പ്രോബ്ലം ഇല്ല. അല്ല സാർ, അവിടെ ഇനി ഒരു പ്രശ്നം നടക്കാൻ സാധ്യതയില്ലെന്ന് നമ്മുടെ ലോക്കൽ റിപ്പോർട്ടർ പറഞ്ഞതാ. നിങ്ങൾ റിപ്പോർട്ടർമാർ അവിടെ പോയി റിപ്പോർട്ട് ചെയ്യുന്നതാണ് അവിടുത്തെ ഏറ്റവും വലിയ ഇഷ്യൂ. അത് നമ്മൾ അണ്ടർ കൺട്രോളിലാണ്. പിന്നെ അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ ഒരാളെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പൊതുവെ എല്ലാ കാര്യങ്ങളും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യുന്നത് നാളെ രാവിലെ വിളി. അല്ല, സ്പെഷ്യൽ ബ്രാഞ്ച് എന്താണെന്ന് മാത്രം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്ന് ഗ്രൂപ്പും കിട്ടാൻ പോകുന്നില്ല. എന്താ സാറേ, നത്തിനെയാണോ വിട്ടില്ലേ? ആ, നത്ത് തന്നെയാ. Curious case of Kottayam. Kottaikoonam.
വിപരീത പ്രശ്നം. ഓ, ശ്രീ ബാബു സാറല്ലേ? ഉണ്ട്. നിങ്ങളാ? ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വന്നതാ. ഈ വകയിലകളെ അന്വേഷിക്കാൻ വന്നതാ. ഓ, ഒരു മിനിറ്റ്. ഓ, He's a good actor, huh? In Malayalam industry, everyone is a good actor. Actually. വേറെ ഒട്ടിനൂടെ വന്നിട്ടുണ്ട്. അവരെ കൊണ്ടുപോലെ ശല്യാലോ അതെല്ലാം വരാൻ പറഞ്ഞു. സാർ സാറേ, ഹലോ, ഞാൻ ആ കമ്മ്യൂണൽ റയോട്ടിന്റെ കാര്യം ഒന്ന് അന്വേഷിക്കാൻ വന്നത്. നിങ്ങൾ പത്രക്കാർ പറയുന്ന പോലെ അത് അത്ര വലിയ പ്രശ്നമൊന്നുമല്ല. രണ്ട് പൈമാർ തമ്മിലുള്ള റോഡൊക്കെ. Oh, ആ ബോബി, ആ നേരത്തെ പോകണം. സാറായിരുന്നു നത്ത്. ആ, ചിലവരെങ്ങനെയാ വിളിക്കും. പേര് ജയലക്ഷ്മി, സ്പെഷ്യൽ ബ്രാഞ്ചാ. അറിയാം സാറേ, ഈ പൂവാറ് കേസോടെ സാറിനെ പറ്റി അറിയാം. സാറ് വരുന്ന തോമസ് സാറ് പറഞ്ഞായിരുന്നു. ഓ, പക്ഷെ നേരത്തെ എന്നിട്ട് മനസ്സിലായി. okay. സാർ നാളെ Police wala, oh, journalist Hmm. nahi. മീഡിയക്കാരായിരിക്കും സോഴ്സ്. അതൊന്നും കുഴപ്പമില്ല. ഞാൻ വരുന്ന വഴി ഒന്ന് കയറിയെന്നുള്ളൂ. അപ്പൊ ഞാൻ എന്തായാലും ബ്രീഫ് ചെയ്യാം സാർ. ആയിക്കോട്ടെ. സാർ, ഇതാണ് വിമൽ. ഇവൻ മിലിറ്ററിയില്ല. ഓ, ഒരു 6 മാസം മുന്നേ ഇവന്റെ പെങ്ങൾ ഒരുത്തനായിട്ട് ഒളിച്ചോടി. അത് ഈ യൂസഫ്. പക്ഷെ ഈ ഒളിച്ചോട സംഭവം അത് ആരും അടിച്ചിറക്കിയാണ്. അങ്ങനെ വിഷയം നടന്നാൽ അങ്ങനൊന്നും നടന്നില്ല സാർ, ഞങ്ങൾ അന്വേഷിച്ചു. പക്ഷെ പെണ്ണ് മിസ്സിംഗ് ആണ്. ഇവൻ ഇപ്പോഴാണ് നാട്ടിൽ ലീവിന് വരുന്നത്. അന്നേരം അവന്റെ ഏരിയയിലെ പയ്യന്മാരെ കൂട്ടി യൂസഫിന്റെ വീട്ടിൽ പാലമുണ്ടാക്കുന്നത്. ആ സമയത്ത് യൂസഫ് വീട്ടിലില്ലായിരുന്നു. ഈ സംഭവം യൂസഫ് അവന്റെ പയ്യന്മാരെ കൂട്ടി നേരെ അവിടെ പോയി ഏർപ്പെടുന്നത്. അതാണ് സാർ ഈ കമ്മ്യൂണൽ ഇഷ്യൂസിന് ഉണ്ടാവുന്ന ഒരു കാരണം. നമ്മൾ ഒരുവിധം പറഞ്ഞ് കോംപ്രമൈസ് ആക്കിക്കൊണ്ടിരിക്കുക. ഇല്ല സാറേ, നാളെയുള്ള സമയത്താണ് അമ്മ വീട്ടിൽ കയറുന്നത്. അതാണ് സാറേ ഞങ്ങൾ തിരിച്ചു കയറി. സാറേ, അമ്മ ഇത്രയൊക്കെ ചെയ്തിട്ട് എങ്ങനെയാണ് സാറേ ഞാൻ അമ്മ തിരിച്ചു പോകുന്നത്? നിങ്ങൾക്ക് അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കിയിട്ടല്ലേ അമ്മ ചോദിക്കാൻ വന്നത്? സാറേ, അതിന് എന്റെ സഹോദരിയാണ് കൊണ്ടുവരുന്നത്. അവർക്ക് ഇത്രയും പ്രായമായിട്ടും കല്യാണം നടക്കാത്തതിന്റെ പേര് നാട്ടുകാരെ സംസാരം കളിയാക്കലും കേട്ട് മടുത്തിട്ടാണ് ഞാൻ പട്ടാളത്തിൽ പോകുന്നത്. അവിടെ നിന്ന് ഉണ്ടാക്കുന്ന പൈസ കൊണ്ട് എങ്ങനെയെങ്കിലും അവിടെ കല്യാണം നടത്താന്ന് വിചാരിച്ചാണ്. Okay. പിന്നെ എങ്ങനെയാ സാറേ ഞാൻ ചുമ്മാ ഇരിക്കുന്നത്? അവരുടെ പെണ്ണുങ്ങളായിട്ടുള്ള ഹിസ്റ്ററിയൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാൻ തരും. പിന്നെ കോവിലെ പൂജാരി അവർ ഒരുമിച്ച് കണ്ടിട്ടുണ്ട്. അതുമല്ല, അവളെ എഴുത്തിൽ മുസ്ലിം പയ്യനായതുകൊണ്ടാണ് ഇറങ്ങിപ്പോണെന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ടായിരുന്നു. Oh. ശരിക്കും നിങ്ങൾ കണ്ടതാണോ? ഓ, ഞാൻ കണ്ടതാണ് സാർ. ഏത് സമയത്ത് രണ്ടുപേരും കൂടി ഒരുമിച്ച് കണ്ടത്? അത് ഒരു ദിവസം വൈകുന്നേരം ഒരു 6 മണിയാവും. അന്നാവട്ടി വെച്ച്. ഇവനെ തന്നെയാണോ ശരിക്കും കണ്ടത്? അല്ല സാറേ, സൈഡിൽ നിന്നാണ് കണ്ടത്. അപ്പൊ ഏകദേശം യവനെ പോലെ തന്നെ. Okay. ഗസ്റ്റിനെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നല്ലേ? സാറിന് അറിയില്ല സാർ. വീട്ടിൽ നിന്ന് കത്ത് കിട്ടിയപ്പോൾ തന്നെ മനസ്സിലായി പെണ്ണ് ഒളിച്ചോട്ട്. പിന്നെ അതിനു വേണ്ടി സമയം കളഞ്ഞില്ല. പക്ഷെ പിന്നെ പ്രശ്നം ഉണ്ടായപ്പോഴും നമ്മൾ സൈബർ സെല്ലിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് റിപ്ലൈ വന്നില്ല. ഇതിന്റെ ഫോട്ടോഗ്രാഫ്സ് ഇല്ലാത്തൊരു ഫാക്ഷൻ ഞാൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. Okay. പക്ഷെ ഞാൻ ഈ ഇരത്തിയാടി വെള്ളത്തരം കാണിച്ചാൽ തല്ലുകൊണ്ട് ബാധിക്കുന്ന ഈ കുടുംബത്തിന് ഇവയുടെ ഫോൺ മൊത്തം ചെക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ പറയുന്നത്. ഇവരെ പോയ അതേ ദിവസം തന്നെയാണ് ഈ ഫോൺ ഓഫ് ആകുന്നത്. കുറച്ച് Okay. ദിവസം കണ്ട് അത് വീണ്ടും ആണ്. പക്ഷേ വിമല ഇവിടുന്ന് പോകുന്നതിന് കുറച്ച് നാൾ മുമ്പ് തൊട്ട് അവളുടെ ഫോണിലോട്ട് എടുത്ത് സ്ഥിരമായിട്ട് വിളിച്ചുകൊണ്ടിരുന്നത് തമിഴ്നാട്ടിലെ ആറ്റൂരിലുള്ള ഒരു പയ്യനാണ്. അല്ലെ തമ്മിൽ വിചാരിക്കുന്ന പോലെ യൂസഫ് അല്ല. മനസ്സിലായോ? പിന്നെ പൂജാരി രണ്ടുപേരും കൂടി ഒരുമിച്ച് കണ്ടെന്ന് പറഞ്ഞ ദിവസം യൂസഫ് ഇവിടെ തന്നെ ഉണ്ടാവും. പക്ഷെ ആറ്റൂരിലെ ഈ പയ്യൻ തന്റെ പെങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. Oh. മറ്റൊരു കാര്യം, തന്റെ പെങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയി നേരെ തിരുനെൽവേലിക്കാണ്. ആ സമയത്തും യൂസഫ് ഇവിടെ ഉണ്ട്. പക്ഷെ ഈ പയ്യൻ തന്റെ പെങ്ങൾക്ക് വേണ്ടി തിരുനെൽവേലിയിൽ വെയിറ്റ് ചെയ്യായിരുന്നു. പക്ഷെ പൂജാരി അവനെ കണ്ടതാണ് സാറേ. കേട്ടോ, നേരെ ചുവ മുഖം പോലും കാണാതെ അയാൾ ഈ പറയണത്. അപ്പൊ സാർ എന്താണ് പറയണത്? ഈ കേസിൽ എന്തായാലും യൂസഫ് സാറ് പറയണമെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ എന്നാലും ആ പറഞ്ഞ പയ്യനെ എനിക്ക് കിട്ടണം സാർ. അതൊക്കെ ഞങ്ങളും ആയിക്കോളാം. Oh. എത്ര ദിവസം കൊണ്ട് കുറച്ചുകൂടെ ഉള്ളൂ. ദിവസത്തോളം നമ്മളവിടെ പൊക്കി മാത്രം പറയാം. എന്റെ കൈയും കാലും ഒടിക്കണം. വെറുതെ അതല്ല നമ്മൾ ഇത്ര ദൂരം വന്നത്. ഹലോ അണ്ണാ. ഓക്കെ അണ്ണാ. അണ്ണാ തീർച്ചയായിട്ടും മെസ്സേജ് ഇട്ടാ മതി. ഇല്ല അണ്ണാ, ഞാൻ നോക്കിക്കോളാം. ये कुछ ना कुछ गलत करेंगे ये लोग. Wow. அங்க பக்கத்துல ஒரு ஜங்ஷன் இருக்கு, அங்க போய் லெஃப்ட் திருப்பி போனா போதும்.
वाव, लोकेशन बहुत मस्त है यार. मुझे ऐसा क्यों लग रहा है कुछ तो गड़बड़ होगा. സ്റ്റീഫ് എവിടെ ഇല്ലേ? അവൻ ക്യാരം ബോർഡ് വിളയാட ജംഗ്ഷனுக்கு போயிருக்கான். അങ്ങോട്ടാ யார் நீங்க? ഫ്രണ്ട്സ്. Oh, Started with murder. वही मम्मा का वो expressions क्या थे यार. first time I have seen वो smile फिर Mamoka was playing. वो नहीं आ रहा था that सिगरेट पीने का role. जवान ऐसा करके फूक मार रहे थे वो क्या expressions कड़क expressions थे. I'm loving this. Like पहले लगा फिर बाद में मार ही दिया इसने. वही क्वेश्चन क्यों मार रहे क्यों मारा? वही और तो ऊपर से बात है. चाहिए उसी वही लड़की का भाई मेरे को लग रहा है. मुझे भी वही लग रहा अभी है. लेकिन ये लोग किसी और के यहाँ पे है क्या है. और इसके पहले भी मारा या किसी को वो भी देखना है. सीरियल किलिंग वाला तो सीन है कि नहीं ऐसा कुछ रहे. मलयालम मूवी है भाई कुछ भी हो सकता है. कुछ भी ट्विस्ट एंड वो लास्ट के जो 2-3 सीन होते हैं ना तभी पता चल. नहीं लेकिन ये तो शुरू से धमाका है. शुरू से ये यार, तो शुरू इससे से तो- एकदम भाई. I'm excited for more guys. So let's wait for more. Meanwhile, take care. Bye bye.